നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ചിന്താ ജെറോമിന് എപ്പോഴും എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും പൊതിച്ചോറിനെ കുറിച്ച് പറയാനേ ഉള്ളൂ. നാഴേക്ക് 40 വട്ടം ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാനേ അവർക്ക് അറിയാവൂ. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ചിന്താ ജെറോം വന്നപ്പോൾ തുടങ്ങിയത് തന്നെ 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ആ പദ്ധതിയിൽ കണ്ണം ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ തട്ടിവിടാൻ ശ്രമിക്കുന്നുണ്ട്. സംഭവം കൊല്ലം ബി പാർക്കിലായിരുന്നു ആ ചർച്ച നടന്നിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ കയറി മേയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതും സ്ത്രീകൾ തന്നെ. അതായത് ചിന്താ ജെറോം പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി തగ్గടിക്കുകയായിരുന്നു കാണികൾക്കിടയിൽ നിന്ന് സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചിന്താ ജെറോം പറയുമ്പോൾ വികസനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളല്ലേ കൊല്ലത്ത് നടന്നത്, അനവധി വികസനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വികസനം, ഏത് വികസനം എന്നാണ് ചോദിക്കുന്നത്. അടുത്ത് നിന്ന് പാനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തായാലും BJPയും CPMഉം കഴിഞ്ഞ ദിവസം ഒന്നിച്ചു നിന്ന് ചിന്താ ജെറോമിനെ തറ പറ്റിക്കുന്ന വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവർ ചോദിക്കുന്നുണ്ട്, സമാധാനമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് മാലിന്യം സംസ്കരിക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ BJP നേതാവ് പറയുകയാണ്, ഉണ്ടല്ലോ, നമ്മുടെ ശ്മശാനം അവർ പണിതല്ലോ, അവിടെയും പോലും ഇവർക്ക് സമാധാനം, മരിക്കുമ്പോൾ പോലും സമാധാനം കൊടുക്കില്ല ഇവർ എന്ന് പറയുന്നുണ്ട്. ഇനി ചിന്താ ജെറോം പറയുന്നുണ്ട്, അത് മാത്രമല്ല ഈ കോർപ്പറേഷനിൽ നിന്ന് കൊടുത്ത വയസ്സായവർക്ക് കിടക്കാനായി കോർപ്പറേഷനിൽ നിന്ന് കൊടുത്ത കിടക്കയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി തിരിച്ചടിക്കുന്നത് പൊതുച്ചോറിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്ന ടീംസ് ആണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. വലിയ ഫ്ലക്സ് ബോർഡിന് മുന്നിൽ നിന്ന് പൊതുച്ചോറ് വിതരണം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നാണ് മറ്റുള്ളവർ പറയുന്നതും. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ചിന്താ ജെറോമിനെ എടുത്തിട്ട് അലക്കി എന്ന് വേണം പറയാൻ. മാത്രമല്ല അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് ധൈര്യപൂർവ്വം എന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ MLA മുകേഷ് സാറാണ്, അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല മുമ്പൊക്കെ തന്നെ അദ്ദേഹത്തെ TV-യിലെങ്കിലും കാണുമായിരുന്നു, ഇപ്പോൾ അതുമില്ല, മണ്ഡലത്തിൽ അദ്ദേഹം വരാറേ ഇല്ല, നമ്മൾ ആരോട് എന്ത് പറയുമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അതിലൊന്നും ചിന്താ ജെറോമിന് പ്രത്യേകിച്ചൊരു മറുപടിയൊന്നുമില്ല. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ പോയി ഇത്തരത്തിൽ എരന്ന് വാങ്ങാനായിട്ട് വേണം ചങ്കൂറ്റം. എന്തായാലും ചിന്തയുടെ തൊണ്ടയിൽ പൊതിച്ചോറ് കുടുങ്ങിയോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് അത് കണ്ടുവരാം എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത്. 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് തെളിഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ, കണ്ണുകളിൽ കാണാൻ കഴിയുന്ന ഒരു വികസനമാണല്ലോ ഈ വി പാർക്കിൽ ഉണ്ടായിരിക്കുന്നത്. വി പാർക്ക് പോലെയുള്ള ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശരി കൊല്ലം നഗരത്തിൽ എവിടെയെങ്കിലും മാലിന്യം സംസ്കരിക്കുവാൻ, മാലിന്യം ശേഖരിക്കുവാനുള്ള സംവിധാനമുണ്ടോ? പോളത്തോടുണ്ട് ശ്മശാനത്തില്, ചത്താപ്പോലും സമാധാനം കൊടുക്കത്തില്ല, ചത്താപ്പോലും സമാധാനമില്ല. ഞങ്ങളുടെ MLA മുകേഷ് സാറാണ്, കണ്ടിട്ടില്ല. മുമ്പ് TV-യിൽ കാണുമായിരുന്നു, ഇപ്പൊ അതും കാണാറില്ല. ദിവസങ്ങളിലൊക്കെ കുറച്ച് വീടുകളിലൊക്കെ ഗൃഹസന്ദർശനത്തിന്റെയൊക്കെ ഭാഗമായി പോയി. കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് പരിതാപകരമാണ്. പാവപ്പെട്ടവര് പൊതിച്ചോറിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല.